ഇനിയും ഈ ജന്മവും നിന്നിലാ. ആശ്വാസത്തിൻ്റെ സങ്കീർത്തന വചനങ്ങളാണ് സങ്കീർത്തനം 34:15, 147:3. 34:15 നാം വായിക്കുന്നത് ഇപ്രകാരമാണ്: ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനം തകർന്നവരെ അവിടുന്ന് രക്ഷിക്കുന്നു. 147:3 നാം വായിക്കുന്നത് ഇപ്രകാരമാണ്: ഹൃദയം തകർന്നവർക്ക് സൗഖ്യദായകനായ അവിടുന്ന് അവരുടെ മുറിവുകൾ വച്ചുകെട്ടുന്നവനാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ പല കുടുംബങ്ങളിലും ഇങ്ങനെ ഹൃദയം വിങ്ങലോടും വേദനയോടും കൂടെ കഴിയുന്ന നിരവധി പേരെ നമുക്കിന്ന് കാണാനാകും. പല കാരണങ്ങൾ അതിനുണ്ട്. പ്രത്യേകിച്ച് ഏറ്റവും സന്തോഷത്തോടെ ജീവിതം ആഘോഷമായി ജീവിക്കേണ്ട കുഞ്ഞുമക്കളുണ്ട്. പക്ഷേ പല കുടുംബങ്ങളിലും വലിയ പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. അവർ ശാരീരികമായും മാനസികമായും ഒക്കെ പല വിധത്തിലുള്ള ആക്രമണങ്ങൾ നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഇന്നത്തെ കുടുംബങ്ങളിലുണ്ട്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇങ്ങനെ വർദ്ധിച്ചു വരുന്ന മദ്യാസക്തി കൊണ്ട് അതിൻ്റെ പരിണിത ഫലമായി പല കുടുംബങ്ങളിലും ഭാര്യമാർ, സ്ത്രീകൾ നിരന്തരമായി അനുഭവിക്കേണ്ടി വരുന്ന മാനസിക വിമിഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും വിങ്ങലും അതേ തുടർന്നുള്ള വലിയ ഡിപ്രഷനുമൊക്കെയാണ്. മൂന്നാമതായി പല കുടുംബങ്ങളിലും പ്രത്യേകിച്ച് ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ പ്രവാസ ജീവിതം വർദ്ധിക്കുമ്പോൾ കുടുംബാംഗങ്ങൾ എല്ലാവരും ഒരുമിച്ച് പ്രവാസ ജീവിതം അനുഭവിക്കാൻ ഉള്ള സൗഭാഗ്യമില്ലാത്ത സാഹചര്യത്തിൽ ഏതെങ്കിലും വ്യക്തികൾ ഇങ്ങനെ ഒറ്റപ്പെട്ട് ഏകാന്തതയുടെ തടവറയിൽ കഴിയേണ്ടി വരുന്ന സാഹചര്യം. അവർക്ക് ആവശ്യമുള്ള പരിഗണന ലഭിക്കുന്നില്ല, പരസ്പരമുള്ള ബന്ധം നടക്കുന്നില്ല. ചിലപ്പോൾ ഭർത്താവ് വിദേശത്ത് പോയാൽ മടങ്ങി വരുന്നത് 1-2 വർഷങ്ങൾക്ക് ശേഷമാണ്. ഈ നീണ്ട കാലയളവിൽ ഭാര്യ കുടുംബത്തിൽ ഒറ്റക്കാണ്, അല്ലെങ്കിൽ മക്കൾ അതിൻ്റെ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും. തീർച്ചയായും പ്രവാസ ജീവിതം ഒരു ആധുനിക കാലഘട്ടത്തിൻ്റെ പ്രത്യേകമായ അവസ്ഥയാണെങ്കിലും അത് അംഗീകരിക്കാതിരിക്കാൻ നിർവാഹമില്ലെങ്കിലും അതിൻ്റെ പരിണിത ഫലമെന്നോണം പല കുടുംബങ്ങളിലും ഇങ്ങനെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നു. നാലാമതായി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ പല കുടുംബങ്ങളിലും തങ്ങൾക്ക് ജീവിത പങ്കാളികളെ ലഭിക്കാതെ വരുന്ന സാഹചര്യത്തിൽ വർഷങ്ങൾ കഴിയും തോറും, പ്രായം കൂടി വരും തോറും അവരിലേക്ക് കടന്നു വരുന്ന ഒരു തരം നിരാശ, അവരിൽ കടന്നു വരുന്ന ഏകാന്തത, ഈ ഒരു പ്രതിസന്ധിയുടെ അവസരത്തിലാണ് നമ്മുടെ കുടുംബങ്ങളെ പറ്റി നാം കൂടുതലായി ഉണർന്ന് ചിന്തിക്കേണ്ടത്. ഇങ്ങനെ കുഞ്ഞുമക്കളുടെ ഭാവി പ്രതിസന്ധിയിലാകുമ്പോൾ, ജീവിത പങ്കാളി അകലെയാകുമ്പോൾ, അപ്രകാരമുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ, പ്രത്യേകിച്ച് മദ്യപാനത്തിൻ്റെ ഒക്കെ പോലെ പരിണത ഫലങ്ങൾ ഭാര്യമാരിൽ, മക്കളിൽ, മറ്റ് അംഗങ്ങളിൽ വലിയ ആഘാതം സംഭവിക്കുമ്പോൾ, സമയത്ത് വിവാഹ അന്തസ്സിലേക്ക് പ്രവേശിക്കാനാവാതെ ഏകാന്തതയിലും മദ്യത്തിനും മയക്കുമരുന്നിനും വിഷാദരോഗത്തിലുമൊക്കെ അടിമയാകുമ്പോൾ ഇത് നാം കൂടുതൽ കരുതലോടുകൂടെ ഇന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് സഭയിലും സമൂഹത്തിലും നമ്മുടെ അജപാലന രംഗത്ത് ഇത് പ്രത്യേകമായിട്ടുള്ള ഒരു വിഷയമായി ഈ കാര്യങ്ങൾ എടുക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഫ്രാൻസിസ് പാപ്പ അമോരിസ് ലെത്തിസിയ ദ ജോയ് ഓഫ് ലവ്, സ്നേഹത്തിൻ്റെ സന്തോഷം എന്നുള്ള ആ പ്രബോധനത്തിൻ്റെ തുടങ്ങുന്നത് തന്നെ ഇത് കുടുംബങ്ങൾക്ക് വേണ്ടി വിളിച്ചുകൂട്ടിയ സിനഡനന്തര പ്രബോധനമാണ്. കുടുംബങ്ങൾ അനുഭവിക്കുന്ന സ്നേഹത്തിൻ്റെ സന്തോഷം സഭയുടെ സന്തോഷവും, അതോടൊപ്പം തന്നെ കുടുംബങ്ങളിൽ അനുഭവിക്കുന്ന ഈ
പ്രതിസന്ധികൾ, വിങ്ങലുകൾ, വികല്യതകൾ തീർച്ചയായും സഭ ഗൗരവതരമായി പരിഗണിക്കേണ്ടിയിരിക്കുന്നു, പഠിക്കേണ്ടിയിരിക്കുന്നു. അവ ക്രിയാത്മകമായ ഫലദായകമായ നടപടിക്രമങ്ങളിലേക്കും നീങ്ങേണ്ടിയിരിക്കുന്നു. ഈ അടുത്തിടെയാണ് ദിനപത്രത്തിൽ ഇപ്രകാരം ഒരു പഠന ലേഖനം പ്രസിദ്ധീകരിച്ചത്. ക്രൈംസ് അഗെയിൻസ്റ്റ് ചിൽഡ്രൻ സർജ് ഇൻ ആസാം, രാജസ്ഥാൻ ആൻഡ് കേരള. അതായത് കുഞ്ഞുങ്ങൾക്ക് എതിരായിട്ടുള്ള അതിക്രമങ്ങൾ കേരളം, ആസാം, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിൽ വർദ്ധിച്ചു വരുന്നതായിട്ടാണ് കണക്കാക്കൽ. പ്രത്യേകിച്ച് ഈ ലേഖനത്തിൽ പറയുക, കേരളത്തിൽ the number increased by 106% എന്നാണ്. അതായത് 106% ഈ അടുത്ത വർഷങ്ങളിൽ ഈ കുഞ്ഞുങ്ങൾക്കെതിരായുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചു വന്നിരിക്കുന്നു. അതായത് 2018-22 കാലയളവിൽ 2800 കുഞ്ഞുങ്ങൾക്കെതിരായുള്ള ആക്രമണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തെങ്കിൽ അത് 2023 ആയപ്പോൾ 5900 കേസുകളായി വർദ്ധിച്ചിരിക്കുന്നു. ഇതുതന്നെയാണ് രാജസ്ഥാൻ്റെയും, അവിടെ 70% വർധനവെങ്കിൽ ആസാമിൽ അത് 100% വർദ്ധിച്ചിരിക്കുന്നു കുഞ്ഞുങ്ങൾക്കെതിരായിട്ടുള്ള ഈ ആക്രമണങ്ങൾ. അതേപോലെ തന്നെ ഈ അടുത്തിടെ നടത്തിയ ഒരു ഔദ്യോഗിക പഠനമനുസരിച്ച് അവിടെ കണ്ടത് ഇൻ്റർനാഷണൽ ചൈൽഡ് അബ്യൂസ് സ്ക്രീനിങ് ടൂൾ ഉപയോഗിച്ച് നടത്തിയ പഠനമാണ്. മനോജ് കുമാർ തേരയിലും കൂട്ടുകാരും ഒരുമിച്ച് നടത്തിയ ആ പഠനം പ്രിവലൻസ് ഓഫ് ചൈൽഡ് അബ്യൂസ് ഇൻ കേരള ആൻഡ് ഐകാസ്റ്റ് ബേസ്ഡ് സർവേ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പഠനത്തിൽ 2019 കേരളത്തിലെ ഒരു പട്ടണത്തിൽ മാത്രം 6957 സ്കൂൾ കുട്ടികളിൽ ഇങ്ങനെ റാൻഡം സെലക്ഷൻ വെച്ച് നടത്തിയ പഠനത്തിൽ കുട്ടികൾ നേരിടേണ്ടി വന്ന മാൽ ട്രീറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ അവർക്ക് ശാരീരികമായി, മാനസികമായി, ലൈംഗികമായി അവർ ഏറ്റെടുത്തേണ്ടി വന്നിരുന്ന ആ അതിക്രമങ്ങളെപ്പറ്റി പഠനം നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അണുകുടുംബങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഇപ്രകാരമുള്ള ആക്രമണങ്ങൾ നടത്തുക. മദ്യം ഉപയോഗിക്കുന്ന കുടുംബങ്ങളിലാണ് കുഞ്ഞുങ്ങൾ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് ആകുക. 16.7% അതിൻ്റെ പ്രിവലൻസ് എങ്കിൽ അത് ആൺകുട്ടികളിലാണ് ഈ പ്രയാസങ്ങൾ കൂടുതലായി കടന്നു വരിക. വിഖ്യാതമായ ഒരു പഠനം ഏതാനും വർഷങ്ങൾക്ക് മുൻപ് 2000 ആണ്ടിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. പിങ്കി വിരാണിയുടെ ബിറ്റർ ചോക്ലേറ്റ്, അതായത് കയ്പുള്ള ചോക്ലേറ്റ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. പിങ്കി വിരാണി തൻ്റെ തന്നെ ജീവിതത്തിൽ സ്വയം പീഡനബാധിതയായതിൻ്റെ അനുഭവം വിവരിച്ചുകൊണ്ടാണ് ആ പുസ്തകം ആരംഭിക്കുന്നത്. അതോടൊപ്പം തന്നെ വളരെ ഹൃദയസ്പർശിയായ രീതിയിൽ പല കുഞ്ഞുങ്ങളുടെയും ജീവിതത്തിൽ നിരന്തരമായി നേരിടേണ്ടി വന്നിരുന്ന ഇപ്രകാരമുള്ള പ്രതിസന്ധികളെ അവർ വിവരിക്കുന്നുണ്ട്. അത് തുടങ്ങുന്നത് തന്നെ വൈശാലി എന്ന വെറും 3 മാസം പ്രായമായ ഒരു പിഞ്ചു കുഞ്ഞ്, അവരെ നോക്കിയിരുന്ന ആയ ടെലിഫോണിൽ അവരുടെ അമ്മയുമായി സംസാരിക്കാൻ അവരുടെ സഹോദരൻ്റെ വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്തയും അതിനെപ്പറ്റിയുള്ള വിശദീകരണങ്ങളും പറയുവാൻ വേണ്ടിയാണ്. യഥാർത്ഥത്തിൽ ഈ ആയ അമ്മയുമായി സംസാരിച്ചിരുന്നപ്പോൾ ആ കുഞ്ഞിനെ, 3 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ കുളിപ്പിച്ച് കിടത്തി ആ ബെഡിൽ കിടത്തുമ്പോൾ ഈ കുഞ്ഞിനെ ഒറ്റക്കാക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് അവിടെ കൂടെ ഉണ്ടായിരുന്ന 17 വയസ്സുള്ള ഒരു ജോലിക്കാരനെ, ആ കുടുംബത്തിലെ കാര്യങ്ങളും അടുക്കളയിലെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്ന ആ പയ്യനെ, ബാലനെ അവിടെ വിളിച്ചു നിർത്തിയത്. പക്ഷേ ആ കൊച്ചു നിമിഷം കൊണ്ട് ഈ പിഞ്ചു കുഞ്ഞിനെ ആ 17 വയസ്സുകാരൻ പീഡിപ്പിച്ചതിന് തുടങ്ങിയിട്ട് വൈശാലി എന്ന പെൺകുട്ടിയെ, പിന്നീട് ആ പിങ്കി വിരാണിയുടെ ബിറ്റർ ചോക്ലേറ്റിൽ വിവരിക്കുന്നതെല്ലാം ഇതുപോലുള്ള
സിദ്ധാർത്ഥ എന്ന 12 വയസ്സുകാരൻ, റാസിയ എന്ന 13 വയസ്സുകാരി, തനുജ എന്ന 9 വയസ്സുകാരി, ഡിംപിൾ 5 വയസ്സ്, അരുൺ 9. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഏറ്റെടുക്കേണ്ടി വന്നിരുന്ന ലൈംഗികമായിട്ടുള്ള പീഡനങ്ങളെ പറ്റിയുള്ള വളരെ ഹൃദയസ്പർശിയായ വിവരണങ്ങളാണ്. ഇവരെല്ലാവരും യഥാർത്ഥത്തിൽ ഇന്ന് ഭാരതത്തിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ വിവിധ മേഖലകളിൽ, വിവിധ സ്ഥലങ്ങളിൽ, വിവിധ കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന ആ പീഡനത്തിൻ്റെ പ്രതിനിധികളാണ്. അവരുടെ ജീവിതത്തിൽ തക്കതായ മാനസിക ആരോഗ്യ സഹായങ്ങൾ കിട്ടാതാകുമ്പോൾ, അവർക്ക് നിരന്തരമായിട്ടുള്ള കൗൺസിലിങ്ങും സപ്പോർട്ടും ലഭിക്കാതാകുമ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയൊരു ട്രൗമയായി, വലിയൊരു പ്രതിസന്ധിയായി അത് പിന്നീട് അവർ വളർന്നു വരുമ്പോൾ അപ്രകാരമുള്ള ആക്രമവാസനകൾ മറ്റുള്ളവരോട് ചെയ്യുവാൻ വേണ്ടിയുള്ള പ്രവണതയായി ഒക്കെ നിലകൊള്ളും. ഇതാണ് പിങ്കി വിരാണി ബിറ്റർ ചോക്ലേറ്റ് എന്ന ആ പുസ്തകത്തിൽ പറയുക. അതുകൊണ്ട് അവർ പ്രത്യേകമായി പറയുക, ഈ നിശബ്ദതയെ തകർക്കണം. ഇങ്ങനെ പലരും തങ്ങളുടെ കുടുംബത്തിൻ്റെ പ്രത്യേക സാഹചര്യങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി ആ രഹസ്യാത്മകതയോടുകൂടെ ഇത് സംരക്ഷിക്കുമ്പോൾ ഈ രഹസ്യം, ഈ നിശബ്ദത, ഈ മൗനം തലമുറകളെ, പ്രത്യേകിച്ച് വളർന്നു വരുന്ന കുഞ്ഞുങ്ങളെ, വളർന്നു വരുന്ന ഒരു തലമുറയെ അത് വിപരീതമായി ബാധിക്കുന്നുവെന്ന് പിങ്കി വിരാണി ഈ ബിറ്റർ ചോക്ലേറ്റിൽ പറയുന്നു. അതോടൊപ്പം തന്നെ ഈ നടക്കുന്ന പീഡനങ്ങൾ പലതും കുടുംബത്തിൽ ഏറ്റവും അടുത്ത്, ഏറ്റവും വിശ്വാസ്യതയോടുകൂടെ ഈ കുഞ്ഞുങ്ങൾ പെരുമാറുന്ന കുടുംബാംഗങ്ങളിൽ നിന്ന് തന്നെയാണ്. അങ്ങനെ ആ വിശ്വസിക്കുന്ന ആളുകൾ അപ്രകാരം ഒരു വലിയ പീഡനം വെക്കുമ്പോൾ ആ പീഡനത്തിൻ്റെ പ്രത്യാഗതമായ പെയിൻ, ആ വേദന ഇരട്ടിയായിത്തീരുന്നു എന്നും വ്യക്തമാക്കുന്നു. അതിന് പ്രതിവിധിയായി നിരന്തരമായ ബോധവൽക്കരണം കുടുംബങ്ങളിൽ, സമൂഹത്തിൽ, സഭയിൽ ഒക്കെ നടക്കേണ്ടി ഇരിക്കുന്നു. അങ്ങനെ പീഡനം അനുഭവിച്ച വ്യക്തികൾക്കുള്ള നീതി അതും നടത്തണമെന്നും ഈ ഒരു പഠനത്തിൽ പറയുന്നു. പ്രത്യേകിച്ച് കുട്ടികളുടെ മാനസിക ആരോഗ്യത്തിനും വ്യക്തിത്വത്തിലും ഉണ്ടാകുന്ന ആ ഒരു ദീർഘകാല ആഘാതം, അതിനെപ്പറ്റി കൂടുതലായി പഠിക്കണമെന്ന് മാത്രമല്ല, കുടുംബത്തിൻ്റെ ലജ്ജ അല്ലെങ്കിൽ ആ ഷെയിം ഒക്കെ ഓർത്തുകൊണ്ട് ഇപ്രകാരം ഉള്ള ആക്രമണങ്ങൾ മൂടിവെച്ച് ആവശ്യമുള്ള വിധത്തിൽ പരിഗണിക്കാതിരുന്നാൽ ഈ കുഞ്ഞുങ്ങളിലേക്ക് കടന്നു വരുന്ന പ്രതിസന്ധി വലുതായിരിക്കുമെന്നും ഓർമ്മിപ്പിക്കുന്നു. ഒരുപക്ഷെ ബിറ്റർ ചോക്ലേറ്റാണ് ഈ ഒരു മേഖലയിൽ ഭാരതത്തിൽ ഇറങ്ങിയ ആദ്യ പുസ്തകങ്ങളിൽ ഒന്ന്. പിങ്കി വിരാണിയുടെ ഈ ഒരു പഠനം, ഈ ഒരു പുസ്തകം പ്രത്യേകിച്ച് നിയമനിർമ്മാണത്തിനുമൊക്കെ വഴിതെളിച്ചു എന്നുള്ളതും നമുക്ക് അഭിമാനമുണ്ട്. പ്രത്യേകിച്ച് സഭയുടെ പശ്ചാത്തലത്തിൽ കർത്താവ് തന്നെ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്ന ഇതാണ്: ശിശുക്കൾ എൻ്റെ അടുത്ത് വരുവാൻ അവരെ അനുവദിക്കുക, കാരണം ഇതുപോലുള്ളവരുടേതാണ് സ്വർഗരാജ്യം എന്നാണ് കർത്താവ് പറയുക. അങ്ങനെ കുഞ്ഞുങ്ങളുടെ വളർച്ച, അവരുടെ നിഷ്കളങ്കത, അവരുടെ ജീവിതത്തിൻ്റെ പവിത്രത, പരിപാവനത കാത്തു സൂക്ഷിക്കുവാനുള്ള വലിയ ഒരു ഉത്തരവാദിത്വം, ദൗത്യം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്തവർ ആർക്കും അതിൽ പ്രവേശിക്കാനാവില്ല എന്നും മാർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 15-ാം വാക്യത്തിൽ കർത്താവ് പ്രത്യേകമായി അറിയിക്കുന്നുണ്ടല്ലോ. പ്രത്യേകിച്ച് ഈ ആധുനിക കാലഘട്ടത്തിൽ പല പാപ്പമാരുടെയും പ്രബോധനങ്ങളിൽ ഈ ഒരു കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പരിഗണന, അതാണ് നേരത്തെ സൂചിപ്പിച്ച അമോരിസ് ലെറ്റീസിയെ സ്നേഹത്തിൻ്റെ ആനന്ദം എന്നുള്ള ആ പ്രബോധനത്തിൽ ഫ്രാൻസിസ് പാപ്പ ആകുലതയോടുകൂടെ പറയുന്നത്. അതിൻ്റെ 170-ാം ഖണ്ഡികയിൽ വ്യക്തമാക്കുന്നത് ഇതാണ്: കുഞ്ഞുങ്ങൾ എന്നുള്ളത് അളവറ്റ മൂല്യമുള്ള മനുഷ്യജീവിയാണ്. ഒരിക്കലും അതിനെ ഒരുവൻ പ്രയോജനപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. തുടർന്ന് ഫ്രാൻസിസ് പാപ്പ എഴുതുന്നു, ശിശുക്കൾ ഒരു ദാനമാണ്. ഓരോ ശിശുവും അനന്യമാണ്, യുണീക്ക്, പകരം വയ്ക്കാനാവാത്തതുമാണ്. ആ ഒരു കുഞ്ഞ് അപ്രകാരം ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും വിശിഷ്ടമായ ദാനങ്ങളിൽ ഒന്നാണെന്ന് ഫ്രാൻസിസ് പാപ്പ വ്യക്തമാക്കുന്നു. ബെനഡിക്ട് 16-ാമൻ പാപ്പ കുട്ടികളോടുള്ള ആ യേശുവിൻ്റെ സ്നേഹവും ആ ദൈവഹൃദയത്തിലുള്ള കാരുണ്യവും കനിവും ദയവുമൊക്കെ വ്യാഖ്യാനം ചെയ്തുകൊണ്ട് പറയുക, ദൈവപുത്രൻ തന്നെ ഒരു കുഞ്ഞായി ജനിച്ചതിലൂടെ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം കുഞ്ഞുങ്ങളോടുള്ളത്
വ്യക്തമാക്കുകയാണ്, പ്രകടമാക്കുകയാണ്. ജോൺ പോൾ രണ്ടാമൻ പാപ്പ, വിശുദ്ധനായ പാപ്പ പറയുക, കുട്ടികൾ സൈൻസ് ഓഫ് ഹോപ്പ് ആൻഡ് ഫ്രീഡം, അതായത് ഭാവിയുടെയും പ്രത്യാശയുടെയും ഒക്കെ അടയാളമാണ് കുഞ്ഞുങ്ങൾ. അങ്ങനെ അവരെ സംരക്ഷിക്കേണ്ടതും അവരെ എന്നും അവരുടെ ജീവിതം പവിത്രമായി സൂക്ഷിക്കേണ്ടതും നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഇപ്രകാരം പറയാറുണ്ട്, ഇറ്റ് ടേക്സ് ദ ഹോൾ വില്ലേജ് ടു ബ്രിങ് അപ്പ് എ ചൈൽഡ് എന്ന്. അതായത് ഒരു ഗ്രാമത്തിന് മുഴുവൻ കൂട്ടുത്തരവാദിത്വമാണ് ഒരു കുഞ്ഞിനെ കരുതലോടുകൂടെ വളർത്തിക്കൊണ്ടുവരേണ്ടത്. ഫ്രാൻസിസ് പാപ്പയുടെ വിഖ്യാതമായ 2 പ്രബോധനങ്ങളുണ്ടായിരുന്നു. ആദ്യത്തേത് 2016 ജൂൺ മാസം ഇറക്കിയ ആസ് എ ലവിങ് മദർ, ഒരു സ്നേഹമയായ അമ്മയെപ്പോലെ എന്നുള്ളൊരു പ്രബോധനം. പിന്നീട് വോസ് എസ് ദിസ് ലുക്സ് മുന്തി, അതായത് നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്ന ആ പ്രബോധനം. അതിൻ്റെ ആദ്യത്തെ എഡിഷൻ 2019 പിന്നീട് അത് പുതുക്കിയ നവീകരിച്ച വേർഷൻ 2023 മാർച്ചിലുമാണ് ഇറക്കിയത്. കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ എഡ്യൂക്കേഷൻ കമ്മീഷൻ 2022 സെപ്റ്റംബറിൽ പ്രത്യേകിച്ച് ഇങ്ങനെ കുഞ്ഞുമക്കൾ സ്കൂളുകളിലും അപ്രകാരമുള്ള സാഹചര്യങ്ങളിലുമൊക്കെ വരുമ്പോൾ അവർക്ക് പരിഗണന കൊടുക്കേണ്ടതും, അഥവാ ഏതെങ്കിലും ആക്രമണങ്ങൾ അവർക്കെതിരായി വന്നിട്ടുണ്ടെങ്കിൽ, പീഡനങ്ങളുണ്ടെങ്കിൽ അത് കൈകാര്യം ചെയ്യേണ്ട വിധത്തെപ്പറ്റിയും വ്യക്തമാക്കുന്ന ഒരു പോളിസി 2022 ഇറക്കിയിരുന്നു. CBCI ലേബർ ഓഫീസിൻ്റെ ആഭിമുഖ്യത്തിലും സേഫ് എൻവയോൺമെൻറ്റിൻ്റെ കാര്യം, അങ്ങനെ സുരക്ഷിതമായ പശ്ചാത്തലം, സാഹചര്യം ഒരുക്കുന്നതിനെ പറ്റിയുമൊക്കെ വ്യക്തമാക്കിയിരുന്നു. KCBC കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഗൈഡ് ലൈൻസ് ഫോർ സേഫ് എൻവയോൺമെൻറ്റ്, സുരക്ഷിതമായ സാഹചര്യത്തെ പറ്റിയുള്ള നിയമങ്ങളെ പറ്റിയും വ്യക്തമാക്കിയിരുന്നു. ഏതായാലും ഒരു കാര്യം പ്രധാനപ്പെട്ടതാണ്, നമ്മുടെ കുടുംബങ്ങളിലും മറ്റ് സാഹചര്യങ്ങളിലുമൊക്കെ കുഞ്ഞുങ്ങൾ സുരക്ഷിതരായി വളരണം. അവരുടെ വളർച്ചയ്ക്ക് സാധ്യതയുള്ള വിധത്തിൽ എല്ലാവിധത്തിലും അവരെ വളരാൻ സന്തോഷത്തോടുകൂടെ ആ ശൈശവ ദശ എന്നൊരു ആഘോഷമായി മാറ്റാൻ, അങ്ങനെ ജീവിതത്തിൽ അവർക്കുള്ള സാധ്യതകളും സിദ്ധികളുമെല്ലാം പൂത്തുലയുവാൻ വേണ്ടിയുള്ള സാഹചര്യമാണ് നാം വളർത്തേണ്ടത്. കർത്താവ് പറഞ്ഞതുപോലെ, കുഞ്ഞുങ്ങൾ എൻ്റെ അടുത്ത് വരുവാൻ നിങ്ങളെ അനുവദിക്കുക. അങ്ങനെ ദൈവത്തിലേക്കും അവരുടെ സാധ്യതകളുടെയും ഒക്കെ കൈപിടിച്ചുയർത്താൻ വേണ്ടിയുള്ള എല്ലാ സാഹചര്യങ്ങളും നാം ഇന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമതായി നാം ഇന്ന് പ്രത്യേകമായി കുടുംബ സാഹചര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കുടുംബങ്ങളിൽ വിങ്ങലോടും വേദനയോടും കഴിയുന്ന സ്ത്രീകളെ പറ്റിയുള്ളതാണ്. അത് കൂടുതൽ അവർക്ക് പ്രതിസന്ധി വരിക മദ്യപാനത്തിൻ്റെ അതിപ്രസരം നമ്മുടെ കുടുംബങ്ങളിൽ വരുമ്പോഴാണ്. CBCI വിമൻസ് കമ്മീഷൻ ഏതാനും നാളുകൾക്ക് മുൻപ് വൈഫ് ബാറ്ററിങ്, ഭാര്യ പീഡനങ്ങളെ പറ്റി ഉള്ള ഒരു പഠനം നടത്തിയിരുന്നു. അതിൻ്റെ 49ാമത്തെ പേജിൽ പറയുക, ഏകദേശം 70% അവർ പഠനം നടത്തിയ കോണ്ടാക്ട് ചെയ്തവരിൽ അവർക്ക് ഏകദേശം എല്ലാ ദിവസത്തെയും അനുഭവമാണ് ജീവിതത്തിൽ, കുടുംബത്തിൽ ഭാര്യമാർ ഇപ്രകാരമുള്ള പീഡനങ്ങൾ അനുഭവിക്കേണ്ട സാഹചര്യം. അതിൽ കൂടുതൽ വലിയൊരു ശതമാനവും ഇങ്ങനെ മദ്യപാനത്തിൻ്റെ പരിണിത ഫലമായിട്ടാണെന്നും വ്യക്തമാക്കുന്നു. 69% of the respondents reported that alcoholism was related to battering. അതായത് 69% പേരും അവരുടെ മറുപടിയിൽ പറഞ്ഞതാണ്, കുടുംബത്തിൽ ഭർത്താക്കന്മാർ മദ്യപിക്കുന്നത് കൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ ഇത്രയധികം പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നതെന്നെല്ലാം വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും ഈ ഒരു സാഹചര്യം നാമും ഗൗരവതരമായി പരിഗണിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇങ്ങനെ മദ്യാസക്തരായ പുരുഷന്മാരുടെ ഭാര്യമാരിൽ മാനസികമായ രോഗാവസ്ഥ, വിഷാദം, ഭയം, അതോടൊപ്പം തന്നെ പോസ്റ്റ് ട്രൗമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ, മാത്രമല്ല ഇതുപോലുള്ള പല പ്രതിസന്ധികളിലേക്കും അവർ കടന്നു വരുന്നു. അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, ഭാവി, പ്രത്യേകിച്ച് ഈ കുഞ്ഞുങ്ങൾക്ക് വളരുവാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാത്ത ഒരവസ്ഥയായി മാറുന്നു. ഇതും പ്രത്യേകിച്ച് നാം ഈ ഒരു സാഹചര്യത്തിൽ
കൂടുതലായി കണക്കാക്കേണ്ടിയിരിക്കുന്നു. മദ്യ ഉപയോഗ നിരക്കിൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. അതുകൊണ്ട് നമ്മുടെ എല്ലാ കുടുംബ പ്രേക്ഷിത പ്രവർത്തനങ്ങളിലും ഈ കുടുംബങ്ങളിൽ നടക്കുന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളും മദ്യപാനം വഴി നമ്മുടെ കുടുംബങ്ങളിലേക്ക് വരുന്ന വലിയ ആഘാതങ്ങളെയും നാം ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. കരണീയമായ കാര്യമാത്ര പ്രസക്തമായ നടപടികളിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. കാരണം അത് കുടുംബത്തിൻ്റെ സാമ്പത്തികമായ തകർച്ചയെയും സാമൂഹികമായ പ്രതിസന്ധിയെയും പല വിധത്തിൽ സ്ത്രീകളുടെയും മറ്റു കുടുംബാംഗങ്ങളുടെയും ഒക്കെ മാനസികമായ അവസ്ഥയിലേക്കുമൊക്കെ കടന്നു വരുന്നു. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പ്രത്യേകിച്ച് നമ്മുടെ പല കുടുംബങ്ങളിലും ഇങ്ങനെ കുടുംബത്തിലെ ഏതെങ്കിലും അംഗം ജീവിത പങ്കാളിയിൽ ഒരാൾ ഒന്നുകിൽ ഇന്ത്യയിൽ തന്നെ മറ്റ് പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ വിദേശത്തൊക്കെ ദീർഘകാലം അവരുടെ ജോലി സംബന്ധമായി പ്രവർത്തിക്കേണ്ടി വരുമ്പോൾ ആയിരിക്കുമ്പോൾ ആ കുടുംബം അനുഭവിക്കുന്ന ഏകാന്തത, അതുമായിട്ട് ബന്ധപ്പെട്ട വിഷാദ രോഗം, മറ്റ് പ്രതിസന്ധികളൊക്കെ നാം ഇന്നത്തെ സാഹചര്യത്തിൽ പഠിക്കേണ്ടിയിരിക്കുന്നു. അത് അവർക്ക് നൽകുന്ന സമ്മർദ്ദങ്ങൾ, മാനസിക പ്രതിസന്ധികൾ, ആശങ്ക, ഏകാന്തത, ഇവയെല്ലാം നാം പ്രത്യേകിച്ച് കുടുംബ പ്രേക്ഷിത രംഗത്ത് ഇതിനെല്ലാം പഠനം നടത്തിയിരിക്കുന്നു. മാത്രമല്ല, ഇത് നൽകുന്ന പ്രത്യാഘാതങ്ങൾ, അവരുടെ ബന്ധത്തിലുള്ള അകലം, ചിലപ്പോൾ സംശയരോഗങ്ങൾ, ചിലപ്പോൾ അത്ര കരണീയമല്ലാത്ത ബന്ധങ്ങളിലേക്കുള്ള കടന്നു പോകുന്ന സാഹചര്യങ്ങൾ, അവർ തമ്മിലുള്ള ആശയവിനിമയം ഇല്ലായ്മ, ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ കുട്ടികളുടെ വളർച്ചയിലും ഒക്കെയുള്ള വെല്ലുവിളികൾ, ഇതെല്ലാം ഈ ഒരു പ്രവാസ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ നാം കൂടുതൽ പരിഗണിക്കേണ്ടിയിരിക്കുന്നു. ഈ അടുത്തിടെയാണ് പുരനിറഞ്ഞു നിൽക്കുന്ന പുരുഷന്മാർ എന്ന പേരിൽ ഒരു ആനുകാലിക പ്രസിദ്ധീകരണത്തിൽ പഠനം കണ്ടത്. ഇതും ഇന്ന് നമ്മുടെ പ്രത്യേകമായി പരിഗണനയിലെടുക്കേണ്ട ഒരു വിഷയമാണ്. കാരണം പെൺകുട്ടികളുടെ വിവാഹം കുടുംബാംഗങ്ങളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് എങ്ങനെയെങ്കിലും നടത്തും. പക്ഷേ കുടുംബത്തിൽ ഇങ്ങനെ വളർന്നു വരുന്ന യുവാക്കളുടെ കാര്യം ആവശ്യമുള്ള പരിഗണന ലഭിക്കാതാകുമ്പോൾ അവർ വിവാഹപ്രായം ആയിട്ടും വിവാഹം നടത്താതെ, ഒരു ജീവിത പങ്കാളിയെ അവർക്ക് ലഭിക്കാതെ സാവധാനം അവർ ജീവിതത്തിൻ്റെ നിരാശയിലേക്കും ഒരുപക്ഷെ മറ്റ് മോശമായ ജീവിത സാഹചര്യങ്ങളിലേക്കും, മയക്കുമരുന്ന്, മദ്യപാനം എന്നിവയിലേക്കുമൊക്കെ കടന്നു പോകാനുള്ള സാധ്യത കൂടുതലാണ്. ചിലർ വിഷാദ രോഗത്തിനും ഇങ്ങനെ മദ്യാസക്തി നൽകുന്ന ആ അവസ്ഥയിലേക്കും ഏകാന്തതയിലേക്കും ഒക്കെ പോയി ചിലപ്പോൾ ആത്മഹത്യയുടെ നിരക്ക് കൂടുവാൻ സാഹചര്യം എന്നുകൂടെ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഇതിനെപ്പറ്റിയും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ 4 പ്രത്യേകമായ കുടുംബ സാഹചര്യങ്ങൾ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് സഭയും സന്നദ്ധ സംഘടനകളും കൂടുതൽ പങ്കാളിത്തത്തോടുകൂടെ, ബോധവൽക്കരണത്തോടുകൂടെ, അല്ലെങ്കിൽ കൗൺസിലിംഗ്, പുനരധിവാസം, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെയൊക്കെ കൂടുതൽ ഇടപെട്ട് കഴിയേണ്ടിയിരിക്കുന്നു. കാരണം സങ്കീർത്തനം 34:18 ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമൊരുകിയവരെ അവിടുന്ന് എപ്പോഴും സംരക്ഷിക്കുന്നു. കർത്താവിൻ്റെ സംരക്ഷണം ഈ കാലഘട്ടത്തിൽ ഇപ്രകാരം ഹൃദയ വ്യഥയോടുകൂടെ കഴിയുന്നവർക്ക് കണ്ടെത്താനാകുക നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം വഴിയാണ്, ജീവിതത്തിൻ്റെ പ്രവർത്തനങ്ങൾ വഴിയാണ്, കുടുംബ അജപാലന ശുശ്രൂഷ മേഖലകളിലൂടെ ഒക്കെയാണ്. അതുകൊണ്ട് നമുക്ക് പ്രത്യേകമായി തീരുമാനമെടുക്കാം. നമ്മുടെ എല്ലാ ഇടവകകളിലും, കുടുംബ യൂണിറ്റുകളിലും, അതേപോലെ തന്നെ രൂപതകളിലുമൊക്കെ ഈ മേഖലകളിലുള്ള ക്രിയാത്മകമായ പ്രവർത്തനം ഫലപ്രദമായി നടപ്പിൽ വരുത്തുന്നുണ്ടോ എന്ന് നമുക്ക് പ്രത്യേകമായി പരിശോധിക്കാം. അങ്ങനെ സഹകരിച്ചുകൊണ്ട് ഒരു നല്ല തലമുറയെ, നല്ല കുടുംബങ്ങളെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ പരിശ്രമിക്കാം. അതുകൊണ്ട് തന്നെയാണ് സുവിശേഷത്തിൻ്റെ ആനന്ദത്തിൽ ഫ്രാൻസിസ് പാപ്പ പറഞ്ഞത്, കുടുംബങ്ങൾ അനുഭവിക്കുന്ന സ്നേഹത്തിൻ്റെ സന്തോഷം സഭയുടെയും സന്തോഷമാണെന്നും, ഇതേ വിധത്തിൽ തന്നെ ലിയോ പാപ്പയും പറയുക, കുടുംബങ്ങളെ ഒരുമിച്ച് നിർത്തേണ്ടതും അതേപോലെ തന്നെ അവരെ
ദൈവീകമായ പാതയിലൂടെ സുവിശേഷങ്ങളുടെ ആദർശങ്ങളിലൂടെ വളർത്തേണ്ടതും ആധുനിക കാലഘട്ടത്തിലെ പ്രതിജ്ഞാബദ്ധമായ ഉത്തരവാദിത്വമാണെന്ന് ഓർപ്പിച്ചത്. നമുക്ക് ഒരു നിമിഷം നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങയുടെ പരിപാലനയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് നസ്രത്തിലെ ആ കൊച്ചു കുടുംബം പോലെ സ്വർഗതുല്യമായ സന്തോഷത്തിലും ആനന്ദത്തിലും ഞങ്ങളുടെ കുടുംബങ്ങൾ നിലകൊള്ളാൻ, അങ്ങനെ പരസ്പരം സ്നേഹിച്ചും മറ്റുള്ളവരെ പരിഗണിച്ചും വളർത്തിക്കൊണ്ടും നല്ല കുടുംബങ്ങൾ സൃഷ്ടിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കുടുംബങ്ങളിൽ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ അവരുടെ സ്വപ്നങ്ങൾക്കും പ്രതീക്ഷയും അനുസരിച്ച് വളർന്നു വരുവാനുള്ള സാഹചര്യം ഒരുക്കണമേ. ഏതെങ്കിലും വിധത്തിലുള്ള ആഘാതങ്ങൾ കുഞ്ഞുങ്ങളുടെയും മറ്റുള്ളവരുടെയും ജീവിതത്തിൽ കടന്നു വന്നാൽ അത് പരിഹരിക്കാനും അതിന് പ്രതിവിധി കണ്ടെത്താനും ഞങ്ങളെല്ലാവരെയും പ്രചോദിപ്പിക്കണമേ. പ്രിയമുള്ളവരെ, നസ്രത്തിലെ ആ കൊച്ചു കുടുംബം നമുക്ക് മാതൃകയാകട്ടെ. അങ്ങനെ ആ കുടുംബത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് നമ്മുടെ കുടുംബങ്ങൾ എന്നും ഉന്നതമായ രീതിയിൽ വളർന്നു വരാൻ സാധിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. മനസ്സിൽ